നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് എങ്ങനെയെങ്കിലും ഗൾഫിൽ ഒരു ജോലി സമ്പാദിക്കണമെന്ന്. ഗൾഫിൽ ജോലി നേടണമെങ്കിൽ വിസ വേണം. അപ്പൊ വിസ കിട്ടാനായിട്ട് ഒരു വലിയ തുക തന്നെ ഇതിനായി ചെലവഴിക്കണം. കയ്യിലുള്ളതെല്ലാം വിറ്റുപറക്കിയും പണയം വെച്ചുമൊക്കെ പലരും വിസ സംഘടിപ്പിക്കും. വിസ കിട്ടിക്കഴിഞ്ഞ് ഗൾഫ് നാടുകളിലെത്തിയാൽ പിന്നെ അടുത്തത് തല ചായ്ക്കാൻ ഒരിടം. മിക്കവാറും പ്രവാസികൾ വാടക വീടുകളിലാണ് താമസം. വാടക വീടെടുക്കുമ്പോൾ വാടക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വാടക കൂടിക്കഴിഞ്ഞാൽ പ്രവാസികളുടെ ബഡ്ജറ്റ് തെറ്റും. അങ്ങനെ തെറ്റിയാൽ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ കുറവ് വരും. അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിലെ പ്രവാസ ജീവിതത്തിൽ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ് വീട്ടുവാടക. ഒരേ കെട്ടിടത്തിൽ ഒരേ സൗകര്യമുള്ള അപ്പാർട്ട്മെന്റുകൾക്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്ത വാടക? ഒരേ കെട്ടിടത്തിൽ വ്യത്യസ്ത വാടക എന്നത് UAE കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എന്നാൽ എന്താണ് ഇതിന് പിന്നിൽ? നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ, പിന്നെ എന്തിനാണ് ഈ വ്യത്യസ്ത വാടക ഈടാക്കുന്നത് എന്ന ആശങ്കയാണ് പല പ്രവാസികളും പങ്കുവെക്കാറുള്ളത്. ദുബായിലെ പ്രവാസി സുഹൃത്തുക്കൾക്കിടയിൽ വരുന്ന ഒരു സംസാര വിഷയമാണ് വീട്ടുവാടക. കാരണം പലരും പല ഏരിയകളിലായിരിക്കും താമസം. അതിനാൽ വാടക വർധനവ്, ഒഴിവ് തുടങ്ങിയ വിഷയങ്ങൾ സാധാരണമാണ്. ഇത്തരമൊരു സംസാരത്തിനിടെ ഒരു പ്രവാസിക്ക് തോന്നിയ ഒരു സംശയമാണ്. അതായത് ഒരേ കെട്ടിടത്തിൽ ഒരേ രീതിയിലുള്ള അപ്പാർട്ട്മെന്റുകൾക്ക് വീട്ടുടമസ്ഥന് വ്യത്യസ്ത വാടക ഈടാക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടാകാം. എന്നാൽ വാടക തവണകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അയൽക്കാരേക്കാൾ ഉയർന്ന വാടക നൽകേണ്ടി വരുമ്പോൾ ഈ സംശയം ശക്തമാകും. ഇതേ ചോദ്യമാണ് ദുബായിൽ 2 കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് ഉയർന്ന വാടക നൽകേണ്ടി വന്നപ്പോൾ ഉയർന്നത്. ആദ്യം ഒരു സംശയം തോന്നി, പിന്നീട് നിരീക്ഷിച്ചപ്പോഴാണ് ഒറ്റച്ചെക്ക് നൽകുന്ന തന്റെ അയൽക്കാരനേക്കാൾ 5000 ദിർഹം കുറവ് നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയത്. ദുബായിലെ വാടക നിയമത്തിലെ ആർട്ടിക്കിൾ 9 അനുസരിച്ച് വാടക തുകയും പേയ്മെന്റ് നിബന്ധനകളും ഉടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള കരാറിന് വിധേയമാണ്. അതായത് ചെക്ക് പേയ്മെന്റുകളുടെ എണ്ണം പരിശോധിക്കാതെ തന്നെ ഉടമ ഒരേ വാടക തുക ഈടാക്കണമെന്ന് വ്യക്തമായി പറയുന്ന വ്യവസ്ഥകളൊന്നും നിലവിലില്ല. വാടക വർധനവിനെ കുറിച്ചുള്ള 2013 ദുബായ് നമ്പർ 43 പ്രകാരം സംബന്ധിച്ച വാടക ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വാടക സൂചിക നിശ്ചയിച്ചിട്ടുള്ള പരമാവധി പരിധി കവിയുന്നില്ലെങ്കിൽ വീട്ടുടമസ്ഥന് തവണകളുടെ എണ്ണം അനുസരിച്ച് വ്യത്യസ്ത വാടക വാഗ്ദാനം ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കൂടാതെ ഒരു വാടകക്കാരൻ കുറഞ്ഞ തവണകളായി പണം അടയ്ക്കുമ്പോൾ ഉടമയ്ക്ക് സ്വന്തം താല്പര്യത്തിന് വാടകയിൽ കിഴിവ് നൽകാനോ അതുപോലെ കുറഞ്ഞ വാടക വാഗ്ദാനം ചെയ്യാനോ ഒക്കെ സാധിക്കും. അതായത് അത് ഉടമയുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വാടക കൂട്ടിയും കുറച്ചും ഒക്കെ നൽകാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഉടമയ്ക്ക് ഒറ്റയടിക്ക് പണം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക സഹായം നൽകുന്നു. അതായത് ഈ പ്രവണത നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഒരേ കെട്ടിടത്തിൽ ഒരേ സൗകര്യത്തിൽ ഒരാൾ ചെറിയ തുകയിലും മറ്റൊരാൾ വലിയ തുകയും നൽകി താമസിക്കേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. ഇനി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ അയൽക്കാരന് കുറഞ്ഞ ചെക്കുകൾക്ക് കുറഞ്ഞ വാടക നൽകാൻ ഉടമ സമ്മതിച്ചാൽ നിങ്ങളുടെ വാടക DLT സൂചികയുടെ പരിധിക്ക് മുകളിലാണെങ്കിൽ അത് നിയമവിരുദ്ധമായും കണക്കാക്കാൻ സാധിക്കില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയതിനാൽ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നിശ്ചിത വാടക നിരക്ക് വേണമെന്ന അഭിപ്രായമാണ് പലരും പറയുന്നത്.